ഓണം കാഴ്ചകളിലേക്ക് എത്തിയാണ്. ഈ മഴ ചതിച്ചെങ്കിലും പൂവിപണിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാനത്തെ കർഷകർ. പ്രാദേശികമായുള്ള വിപണന സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തി പ്രതിസന്ധിയെ മറികടക്കാനാണ് ശ്രമം. കോട്ടയം ജില്ലയിൽ മാത്രം 250ഓളം ഏക്കറിലാണ് ഇത്തവണ പൂക്കൃഷിയുള്ളത്. ഓണം കണക്കാക്കിയുള്ള പൂക്കൃഷിയാണ് തകൃതിയെ നടക്കുന്നത്. ഇത് ഭരണങ്ങാനത്തെ കാഴ്ച. നിതിൻ സി വടക്കനും കുടുംബവും നടത്തിയ ആദ്യ കൃഷി പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഇത് ഇവിടെ വീട്ടിൽ എൻ്റെ മമ്മി എല്ലാ വാർത്താ ചാനലുകളിലെ കൃഷി പ്രോഗ്രാമുകളും ഒക്കെ സസൂക്ഷ്മം കാണാറും അതിനെക്കുറിച്ച് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കാറും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഈ സ്ഥലത്ത് മരച്ചീനി കപ്പ നടാനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആലോചിച്ചിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ മമ്മിയുടെ ഭാഗത്തു നിന്നൊരു അഭിപ്രായം, ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പം എല്ലായിടത്തും പൂക്കളൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞ തവണ പലയിടത്തും കുടുംബശ്രീയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ പൂക്കൾ കൃഷി ചെയ്ത് നല്ല വിപണന സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. അവരുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സഹകരണം ഉണ്ടായി. പഞ്ചായത്തും കൃഷി വകുപ്പും കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്ന് നിതിൻ പറയുന്നു. ഇടയ്ക്ക് മഴ പെയ്തതാണ് പ്രതിസന്ധി. പ്രാദേശികമായി വിപണി കണ്ടെത്തി നഷ്ടം വരാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. മാതാവ് മേഴ്സിയുടെ താല്പര്യപ്രകാരമാണ് പൂക്കൃഷിയും ഇടവിളയായി കൂർക്ക കൃഷിയും ചെയ്യുന്നത്. ഇത് ചാനലുകളിൽ കൂടെ കണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പൂക്ക കൃഷി ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ അത് ഇതിൻ്റെ കൂടെ പച്ചക്കറി ഉണ്ട്. ഇതിൻ്റെ താഴെ വിളയായിട്ട് ഞങ്ങൾ കൂർക്ക നട്ടിട്ടുണ്ട്. പിന്നെ നേരത്തോട്ടെ കൃഷി ഉള്ള പാരമ്പര്യമാണ്. 250ഓളം ഏക്കർ സ്ഥലത്താണ് കുടുംബശ്രീ അടക്കം ജില്ലയിൽ ഇത്തവണ പൂക്കൃഷി നടത്തിയത്. പൂവിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടി ഉണ്ടാക്കി പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമവും കർഷകർ നടത്തുന്നുണ്ട്. ചിങ്ങത്തിൽ ആദ്യമേ നമുക്ക് തയ്യാറായ പൂക്കൾ ഇറുത്തെടുത്തിട്ട് അത് ഞാൻ ഉണങ്ങിക്കൊണ്ടിരിക്കുക. ഉണങ്ങിയ ശേഷം വേണം ഈ പൊടിക്കാനും മറ്റതിൻ്റെ പ്രോസസ്സിങ്ങിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടും നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊന്നും ഇത് ചെയ്യുന്നില്ലാത്തത് കൊണ്ടും ഇതെങ്ങനെയാണ് എന്ന് ചെയ്ത് തന്നെ അതിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും അതിന് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധികൾ പരിഹരിച്ച് വരും വർഷം കൂടുതൽ ഊർജിതമായി കൃഷിയിൽ തുടരുമെന്ന് ഈ കർഷകർ പറയുന്നു. മഴ ചതിച്ചെങ്കിലും വലിയ ആവേശമാണ് ഇത്തവണ കോട്ടയത്തെ പൂക്കർഷകരിൽ കാണാൻ സാധിച്ചത്. ഇടവേളകളിലൂടെ നഷ്ടമുണ്ടായാൽ തന്നെ അതിന് മറികടക്കാനുള്ള ശ്രമവും ഇവർ നടത്തുകയാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.